നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ഏതു നിമിഷവും നിലം പൊത്താമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന ജലസംഭരണിയെ പേടിച്ചാണ് മുട്ടലവിള നിവാസികൾ താമസിക്കുന്നത്. ജീവന് ഭീഷണി ഉയർത്തുന്ന ഉപയോഗശൂന്യമായ ജലസംഭരണി പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നവകേരള സദസ്സിലും താലൂക്ക് അദാലത്തിലും പരാതി നൽകിയിട്ടും ഒരു മാറ്റവുമില്ല. പുളിമാത്ത് പഞ്ചായത്തിലെ 2ാം വാർഡായ മൊട്ടലിവിള നഗറിലാണ് ആളുകളുടെ ജീവന് ഭീഷണി ഉയർത്തി ഈ വാട്ടർ ടാങ്ക് നിൽക്കുന്നത്. വാട്ടർ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഇതാണ്. ഈ കോൺക്രീറ്റ് എല്ലാം ഇളകി ദ്രവിച്ച് താഴേക്ക് വന്ന് കമ്പികൾ പോലും താഴേക്ക് കൂർത്ത് നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതാണ് ഏറ്റവും താഴത്തെ കോൺക്രീറ്റിനുള്ളത്. മേളിൽ വാട്ടർ ടാങ്കുള്ള സ്ഥിതി അത് അവിടെയും ബീമുകളെല്ലാം കോൺക്രീറ്റ് അടർന്ന നിലയിലാണ്. ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. ഈ ആവശ്യമാണ് നിരന്തരം സർക്കാരിന് മുന്നിൽ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരത്തി 1989 അന്നത്തെ ജലവിഭവ മന്ത്രി ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തതാണ് പുളിമാത്ത് പഞ്ചായത്തിലെ 2ാം വാർഡിലെ മൊട്ടലിവിളയിലെ ഈ വാട്ടർ ടാങ്ക്. പട്ടികജാതി വിഭാഗങ്ങളുടെ താമസ കേന്ദ്രങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതി പ്രകാരമാണ് ടാങ്ക് സ്ഥാപിച്ചത്. സമീപത്തെ കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ച് ടാങ്കിലെത്തിച്ചായിരുന്നു വിതരണം. എന്നാൽ ജലത്തിൽ ബാക്ടീരിയ സാന്നിധ്യം അനുവദനീയമായതിൽ കൂടുതൽ കണ്ടതോടെ 15 കൊല്ലം മുമ്പ് പമ്പിംഗ് നിലച്ചു. അന്നു മുതൽ ഈ ടാങ്ക് ഇങ്ങനെ നിന്ന് ദ്രവിക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ അടിഭാഗം മൊത്തം ദ്രവിച്ച് അതിൻ്റെ കോൺക്രീറ്റുകളെല്ലാം ഇളകിപ്പോയി കമ്പികളെല്ലാം പുറത്ത് കാണത്തക്ക രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. വർഷങ്ങൾ കൊണ്ട് ഇതിങ്ങനെയാണ് ഇവിടെ ഉള്ളത്. പല ആവർത്തി കംപ്ലൈൻ്റൊക്കെ ചെയ്തതാണ്. ഇതുവരെ അതിനൊരു പരിഹാര മാർഗം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഇതെങ്ങനെയെങ്കിലും പൊളിച്ച് മാറ്റി സുരക്ഷിതമായിട്ട് അടുത്ത് താമസിക്കുന്നവർ സുരക്ഷിത ഉണ്ടാക്കണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇടിഞ്ഞു മുടങ്ങി വീട് എന്നുള്ള പേടി, അടുത്തൊക്കെ വീടിരിക്കുകയല്ലേ, അതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാകണം. എന്തെങ്കിലും ചെയ്താലേ അയലോകത്ത് കിടക്കുന്നവർക്ക് ഇനിയിപ്പം കിടക്കാനും എടുക്കാനും നോക്കുള്ളൂ. അപകടാവസ്ഥയിലായ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിയെയും പഞ്ചായത്തിനെയും സർക്കാരിനെയും പലതവണ സമീപിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ വീട് തൊട്ട് ചേർന്നാണ് എൻ്റെ വീട് ഇരിക്കുന്നത്. അത് ചേർന്നുകൊണ്ട് ഇതിൻ്റെ കമ്പിയും ഈ കോൺക്രീറ്റ് പൊട്ടിപ്പൊളിയാൻ ഇത് കാറ്റടിക്കുമ്പോഴും അതൊരു ഭീഷണിയായതിൻ്റെ മുകളിലാണ് നവകേരളയിൽ ഞാൻ ഈ പരാതി സമർപ്പിച്ചത്. പരാതി കൊടുത്തപ്പോൾ അതിന് അന്വേഷണത്തിന് അവർ നോക്കാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതിനൊരു റെസിപ്റ്റ് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഇതിനെ ഇടയ്ക്ക് വെച്ച് ഇലക്ഷന് മുമ്പ് ഇവിടെ MP മറ്റേ നമ്മളെ MLA വന്നപ്പോൾ ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോഴവർ അതിനെക്കുറിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി. പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു അനക്കവും ഇല്ല. നമ്മളെ കൊണ്ട് ഒരു മാർക്കവും ചെയ്യത്തില്ല. ഇപ്പം തന്നെ ഒരു സെൻറ്റ് ഭൂമി കിടക്കണല്ല പഞ്ചായത്തിൽ തന്നെ വീടും കൂടെയാണ്. ഈ വീട് കൂടെ പല എന്തിനാണ് ചെയ്യുന്നത്? വയനാട്ടിൽ നടന്നിട്ട് ഇന്നലെ കൊടുത്ത് ഒന്നും കൊടുത്തില്ല. അതേപോലെ ഈ സ്ഥിതി ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എവിടെ പോകുന്ന ആൾക്കറിയാം. മോൾ ഒരാൾ ഇരിപ്പുണ്ട്. ഈ നിൽക്കണം, ഇത് എങ്ങോട്ട് പോകും എങ്ങോട്ട് മറിയാന്ന് വെച്ചാൽ ആർക്കും പറയത്തുമില്ല. ഈ ബിൽഡിങ്ങിൻ്റെ ബീമുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബീമുകളൊക്കെ തന്നെ വളരെ അതിൻ്റെ കോൺക്രീറ്റ് ഇളവി കമ്പികളൊക്കെ തന്നെ ദ്രവിച്ച് ഏത് സമയവും അപകടാവസ്ഥയിലായ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ അധീനതയിലായതിനാൽ ടാങ്ക് പൊളിച്ചു നീക്കാൻ നടപടിയെടുക്കേണ്ടത് അവരാണ്. എന്തെങ്കിലും അപകടം സംഭവിച്ച ശേഷം പിന്നീട് കണ്ണീർ പൊഴിക്കുകയോ പ്രസ്താവന ഇറക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ ഒരു നല്ല പരിഹാരം കാണുകയാണ് സർക്കാരും വാട്ടർ അതോറിറ്റിയും ഒക്കെ ചെയ്യേണ്ടത്. അത് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. കിളിമാനൂരിൽ നിന്ന് അഭിലാഷ് തൊഴുങ്കോടിനും മണിക്കുട്ടിനുമൊപ്പം R. ശ്രീജിത്ത്, 24. ഇവിടെ റീന സതീശൻ പറയുന്നു, ഇനി ആ വാട്ടർ ടാങ്ക് ആരുടെയെങ്കിലും തലയിൽ വീണ് ഒരു രക്തസാക്ഷി ഉണ്ടായാലേ അധികൃതർ കണ്ണു തുറക്കുള്ളൂ എന്ന്, ഇതിനു മുമ്പ് ആവശ്യമായതൊന്നും ചെയ്യരുത് എന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് അതിൽ നമുക്ക് പറയാനുള്ള അടിയന്തര ഇടപെടൽ ആവശ്യമുള്ള ഒരു വിഷയമാണ്. ദിനേശ് ഹരിപ്പാട് കുറച്ച് സമയമായ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ ഹിമാചൽ സ്വദേശി ഹവീൽദാർ റിങ്കു അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹം പെട്ടെന്ന് മരിച്ചു, വലിയ ദുഃഖമുണ്ട് എന്ന് 24 പ്രേക്ഷകരോടുകൂടി അദ്ദേഹം പറയുകയാണ്. റിങ്കു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഉദ്യോഗസ്ഥൻ്റെ പേര്. അതുകൂടി പങ്കുവയ്ക്കുന്നു.